ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയുടെ റെസിപ്പി നോക്കാം. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു പച്ചമാങ്ങ എടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണെങ്കിൽ നല്ലതാണ്. കുറച്ച് വിളഞ്ഞു പോയാലും കുഴപ്പമില്ല. അവിടെ ഇവിടെയായിട്ട് തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പൂളിയെടുക്കുക. ഇനി വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അച്ചാറിനൊക്കെ ഇടുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3 പച്ചമുളക് കീറിയതും 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മാങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വളരെ കുറച്ച് കടുക്, 2 അല്ലി ചെറിയ ഉള്ളി, 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതേ സമയം നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പ് ഇതിൽ കിടന്ന് പച്ചമണം ഒന്ന് മാറി വരാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് തളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക്, പിന്നെ കുറച്ച് ഉലുവ, ചെറിയുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം.